ഈ മരണവാർത്തകളൊക്കെ കേൾക്കുമ്പം ഒത്തിരി നെഞ്ചുപിടയുന്ന പോലെ തോന്നും. കാരണം ആരുടെയൊക്കെയോ ആരോ ആയിരുന്നവരാണ് ഇല്ലാതായി തീർന്നത്. പോയവർ ഒത്തിരി സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടായിരിക്കും പോയിരിക്കുക. പക്ഷേ അതിലും കഷ്ടമാണ് അവരുമായിട്ട് സ്നേഹത്തിലുള്ള ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം. മരിച്ചുപോയവരുടെ ഓർമ്മകളിൽ അവരെ കാണാൻ പറ്റാതെ, സംസാരിക്കാൻ പറ്റാതെ, തൊടാൻ പറ്റാതെ, അവരോട് ചേർന്നിരിക്കാൻ പറ്റാതെ ഓരോ ദിവസവും സങ്കടത്തിൽ കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ഈ ആംബുലൻസൊക്കെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കും, അതിലുള്ളവർ സുരക്ഷിതരായി ജീവനോടെ ഇരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ ആളുകൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഉയിരോടെ ഇരിക്കുമ്പം അവർ കൂടെ ആയിരിക്കുക, അവർക്ക് ആവശ്യമുള്ള സമയം കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് തോന്നിയാൽ അത് മാറ്റി മാറ്റി വയ്ക്കാതെ ചെയ്തു കൊടുക്കുക. പിന്നെ മരണവാർത്ത എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ജീവിതം എത്ര ചെറുതാണല്ലേ. മനുഷ്യനെന്താണ്? മനുഷ്യനൊന്നുമല്ല. ഏത് നിമിഷവും ഇവിടെ നിന്ന് ഇല്ലാണ്ടാവുന്ന വെറും ഒരു ജീവി. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അതൊക്കെ ഓർത്ത് വേണം ജീവിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വീണ്ടും എന്തൊക്കെയോ ആണെന്ന് ഭാവിച്ച്, എന്തൊക്കെയോ കാണിച്ച്, എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചു പോകും. പക്ഷേ അവസാനം നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. എവിടെ നിന്നോ വന്നു, എവിടേക്കൊക്കെയോ തീർന്നു പോയി, മണ്ണിൽ അലിഞ്ഞു തീരുന്ന വെറും ജീവികൾ. വളരെ കുറച്ച് കാലം മാത്രം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നവർ. നമുക്ക് മുമ്പ് എത്രയോ പേര് ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. 2000 3000 മുമ്പ് വർഷം ജീവിച്ച നമ്മളെ പോലെയുള്ള എല്ലാവരെയും നമ്മളറിയോ? ഇല്ല. ഇപ്പോഴുള്ള എല്ലാവരെയും നമ്മളറിയോ? ഇല്ല. അപ്പോൾ മരണം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് 1-2 കാര്യങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവരുടെ വേദന, നമ്മൾ സ്നേഹിക്കുന്നവരുടെ വേർപിരിയേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന വേദന, ആ സാഹചര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതം എത്ര നൈമിഷികമാണ്, കുറച്ച് സമയമേ ഇവിടെയുള്ളൂ എന്നുള്ള ചിന്തയാണ് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറ്.